ഹലോ ഗൈസ്. Hi guys, welcome to a new video guys. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? എന്താ? മുട്ട പപ്സ് ഉണ്ടാക്കാൻ പോവാണ് guys. മുട്ട പപ്സ്. Yes. സമയം രാത്രി 10 മണി ഗൈസ്. Yes. ഞങ്ങൾക്ക് എന്തിന്റെ കേടാണെന്ന് ഞങ്ങൾക്കറിയില്ല. അറിയില്ല guys. പക്ഷെ എനിക്ക് മുട്ട പപ്സ് ആണ്. മുട്ട പപ്സ് മാത്രം പോരെ guys. എനിക്ക് ലൈമും വേണം. പോയി കിടന്ന് ഉറങ്ങുവേട്ടെ. ഓക്കെ. ഓക്കെ, അപ്പൊ ഉള്ളി അരിയുന്നു, ഞാൻ മുട്ട പുഴുങ്ങുന്നു. ബൈ. മുട്ട പപ്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം ഗൈസ്? എന്തൊക്കെ വേണം? സാധന സാമഗ്രികൾ വേണം. യെസ്. അത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ. കുജു. യാ. കം ഓൺ. ഓക്കേ. എനിക്കറിയാം, ഞാൻ സൂപ്പറായിട്ട് ചെയ്യും. ഗൈസ്, മുട്ട പപ്സ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് എന്താണ് ഗൈസ്? മുട്ട. മുട്ട. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഓക്കെ, ആദ്യം മുട്ട ഉണ്ടോ നോക്കാം ഗൈസ്. അങ്ങനെ തുറക്കണോ? യെസ്. മുട്ട റെഡി ഗൈസ്. 2 മുട്ട എടുത്ത് പുഴുങ്ങാൻ വെക്കാം ഗൈസ്. അപ്പൊ നമുക്ക് 4 പപ്സ് ഉണ്ടാക്കാം. ഓക്കെ. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. Come on. അതേതാ വേറൊരു മുട്ട? അതേതാ അവിടെ വേറൊരു മുട്ട? ഇത് ഓൾറെഡി എനിക്ക് പുഴുങ്ങിട്ട് പിന്നെ വെച്ചതാണ് ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ച് ഗൈസ്. ഇതിനകത്ത് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഓ, ഫ്രഷ്. ഇച്ചിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ മുട്ട നന്നായിട്ട് പൊളിക്കാൻ പറ്റും ഗൈസ്. ഇതെന്റെ അമ്മ പറഞ്ഞതാണ്. ഓ, ഫ്രഷ്. അമ്മയുടെ ഓരോ ഫണ്ണ്. എനിക്കറിയാൻ ഉള്ളി എവിടെ? നിനക്കറിയാനുള്ള ഉള്ളിയാണ് ഇത്. ഇത്ര ഉള്ളി വെച്ച് എന്ത് ചെയ്യാൻ പോകും? അല്ല, ഇത്രയും ഉള്ളി വേണ്ട. ഇതിന്റെ ഒരു 2 ഉള്ളി ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഉള്ളി, പിന്നെ അതിൻ്റെ അകത്ത് നുള്ളാനോ? ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? ചേട്ടന്റെ ഒരു ഫണ്ണ്. ഇതാണ് മുട്ട പപ്സ് ഉണ്ടാക്കാനുള്ള പേസ്ട്രി, പഫ് പേസ്ട്രി ഗൈസ്. സോ ഇത് വേണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. ബാക്കിയൊക്കെ നമുക്ക് വഴിയെടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, എനിക്കറിയാനുള്ള ഉള്ളി ഇവിടെ റെഡിയാണ് ഗൈസ്. പച്ചമുളക് കൊണ്ട് ഗൈസ് തുടങ്ങാം. എന്ത് പറ്റി രമണ? ഗൈസ്, ഉള്ളി അരിയാം ഗൈസ്. അപ്പൊ നന്നായിട്ട് ഉള്ളി അരിയാം. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അങ്ങനെയല്ല. ഓക്കെ, അറിയാവുന്നോടെ കിടത്താൻ പോരെ. ലെറ്റ്സ് ഗോ. എന്നെ കാണുന്നുണ്ടോ? ഇത് നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്ന കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. പ്രൊഫഷണലൊന്നുമില്ല. സാഹചര്യങ്ങൾ ഒരു മനുഷ്യനെ ഇങ്ങനെയാക്കും. അതിനെന്താ? ഇങ്ങനെ പേടിക്കലടാ. ഓക്കെ, ഒരു വൈരാഗിയെ ഗൃഹസ്ഥനാക്കിയത് അവളാണ്. ആരാണ്? ഞാൻ തന്നെ. എങ്ങനെ നടന്ന ചെക്കനാ. ഉള്ളി അരിയുന്ന അരിയില് കണ്ടോ? ഇത് കണ്ടാ നിന്റെ അമ്മ കഴിച്ചില്ലടാ. മാപ്പാക്കണം. ഗൈസ്, മുട്ട തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ പൊട്ടും. പൊട്ടാൻ പോവാണ്. പൊട്ടിയില്ല. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണം. ഈശ്വര, എന്തൊരു ചൈതന്യം. അങ്ങനെ ഒരു നീണ്ട യുദ്ധത്തിന് ശേഷം ഞാൻ ഉപകരിച്ചിരിക്കുകയാണ്. അപ്പോഴും മുട്ട റെഡി ആയിട്ടില്ല. ലെവൽ പരത്തി കഴിഞ്ഞിട്ടുമില്ല. ഇതാണോ ആയുധം? അയ്യോ,
അങ്ങനെയൊന്നും അല്ലടാ. അങ്ങനെ നമ്മൾ ഉള്ളി ഇടുകയാണ് ഗായ്സ്. ഗൈസ് ഞങ്ങൾ പിന്നെ ഒരു പാട്ട് പാടിയല്ലോ ഗൈസ്. അയ്യോ വേണ്ട ഗൈസ്, ബുദ്ധിമുട്ടൊന്നും ആലോചിക്കണേ. പണ്ട് വല്ല ബേക്കറിയിൽ പോയി തിന്നോണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. സത്യം. നാട്ടിലായിരുന്നെങ്കിൽ എന്നെ സുഖമായിരുന്നല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് തിന്നണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ കടയിൽ പോയി അങ്ങ് വാങ്ങി തിന്നായിരുന്നു അല്ലേ. ഇതിപ്പോൾ എല്ലാം ഉണ്ടാക്കണം. നമുക്കൊരു ഫേമസ് ബേക്കറി തുടങ്ങിയത്. അത്രയ്ക്ക് വലിയ ബന്ധങ്ങളിലേക്കൊക്കെ പോകണം സീൻകുട്ടി. എനിക്കറിയാം ഞാൻ നല്ല കുക്കാണ്. കുക്കർ. ഓക്കെ ബൈ ബൈ. അങ്ങനെ ആവുമ്പോ അപമാനിക്കാതെ. മസാല റെഡി ആയിരിക്കുകയാണ്. എല്ലാം സെറ്റായി. മസാല ഇട്ട് മുട്ടയൊക്കെ വെച്ച് എല്ലാം സെറ്റായി. ഇനി നമുക്കിത് ഓവനിൽ വെക്കാം. ഓവൻ ഞാൻ ഓൾറെഡി ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെക്കാമേ. ഗൈസ് നോക്കൂ, ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയപ്പോൾ അപ്പോൾ പോച്ചിങ്കിലെത്തി ഗൈസ്. തീ പോണവൻ. ഗൈസ് പപ്സ് ഏകദേശം സെറ്റാണ്. പക്ഷേ ഇത് കണ്ടോ, 2 എണ്ണം തുറന്നു പോയി. സാറിന് തുറന്നെടുത്തുന്ന അങ്ങനെ പിടിക്കരുത്. ഓക്കെ നമുക്ക് കഴിക്കാം. ചൂടാണ് സൂപ്പർ ഗൈസ്. വാവ്, ഇച്ചിരി ചൂടുണ്ട്, കുറച്ച് തണഞ്ഞിട്ട് കഴിക്കണം. അപ്പോൾ ഗൈസ് ഞങ്ങൾ പപ്സ് റെഡി ആയിരിക്കുകയാണ്. സക്സസ് ആയിരിക്കും. അയ്യോ പപ്സ് ആയപ്പോൾ കുഞ്ഞു തുടങ്ങി. അപ്പോൾ ഗൈസ് ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഗൈസ്. ഓക്കെ ബൈ.